സംസ്ഥാനത്ത് 13 പേർക്ക് കൂടി ഷിഗല്ല ബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട് 4 പേർക്കും മലപ്പുറത്തും കണ്ണൂരിലും 3 പേർക്ക് വീതവും പാലക്കാട് 2 പേർക്കും കൊല്ലത്ത് ഒരാൾക്കുമാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. നിപ ബാധിതന്റെ സമ്പർക്ക പട്ടികയിലുള്ള ആരോഗ്യ പ്രവർത്തകരുടെ ഫലം നെഗറ്റീവായി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള നിപ ബാധിതന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. മേഘന മുരളി വിവരങ്ങളുമായി. മേഘന, ഷിഗല്ലയുടെ കാര്യത്തിൽ ഒരു ആശങ്കയുണ്ട്, എന്നാൽ നിപയുടെ കാര്യത്തിൽ ആശ്വാസമുണ്ട്. ഇതിൽ സമ്പർക്ക പട്ടികയിൽ ഉണ്ടായിരുന്നവർക്ക് നെഗറ്റീവ് എന്ന വാർത്ത, പക്ഷേ നിപ രോഗബാധിതന്റെ നില ഗുരുതരമായി തുടരുകയാണ്. ഏറ്റവും പുതിയ വിവരങ്ങൾ. അനുജ, പകർച്ചപ്പനി ബാധ അതിന്റെ വ്യാപനം അത് നിയന്ത്രണ വിധേയമെന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. പക്ഷേ ജാഗ്രത തുടരണമെന്നുള്ളൊരു നിർദ്ദേശം കൂടി നൽകുന്നുണ്ട്. ഇതിൽ ഈ ഷിഗല്ല രോഗബാധയുടെ അടക്കം കണക്കുകളാണ് നിലവിൽ ആശങ്ക ഉണ്ടാക്കുകയും ചെയ്യുന്നത്. 13 പേർക്കാണ് ഇന്ന് മാത്രം ഷിഗല്ല സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിൽ കോഴിക്കോടാണ് ഏറ്റവും വലിയ കണക്ക്, അതായത് 4 പേർക്ക് ഇന്ന് ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മലപ്പുറം 3, കണ്ണൂരും 3 പേർക്കാണ് ഷിഗല്ല സ്ഥിരീകരിച്ചിരിക്കുന്നത്. പാലക്കാട് 2, കൊല്ലം 1 എന്നിങ്ങനെയാണ് ആ കണക്കുകൾ പോകുന്നത്. ഈ വർഷം ഇതുവരെ 209 പേർക്കാണ് ഷിഗല്ല സ്ഥിരീകരിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ജാഗ്രത വേണമെന്നതാണ് ഈ ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്. അതുപോലെ തന്നെ അതിലൊരു ആശ്വാസമാകുന്നത് കോഴിക്കോട് ജില്ലയിലെ നിപ ബാധിതന്റെ സമ്പർക്ക പട്ടികയുമായി ബന്ധപ്പെട്ട കണക്കാണ്. കാരണം 104 പേരാണ് ഈ സമ്പർക്ക പട്ടികയിൽ ഉണ്ടായിരുന്നത്. അതിൽ ഇപ്പോൾ 15 പേർക്കും ഈ ഫലം നെഗറ്റീവ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അറിയിക്കുന്നത്. ഇന്ന് സമ്പർക്ക പട്ടികയിൽ ഉണ്ടായിരുന്ന ആരോഗ്യ പ്രവർത്തകയുടെ കൂടി പരിശോധനാ ഫലം നെഗറ്റീവ് ആണ്. അങ്ങനെ 15 പേർക്ക് ഫലം നെഗറ്റീവ് ആകുന്നുണ്ട്. കൂടാതെ ഈ ഗുരുതരാവസ്ഥയിൽ ഈ നിപ ബാധിതൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയും ചെയ്യുകയാണ്. എന്തായാലും ഈ പകർച്ചപ്പനി വ്യാപനം, അതുപോലെ ഷിഗല്ല, എബോള അടക്കമുള്ള കോളറ അടക്കമുള്ള രോഗങ്ങളിലും ജാഗ്രത വേണമെന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്. ഇന്ന് 13 പേർക്കാണ് ഷിഗല്ല സ്ഥിരീകരിച്ചിരിക്കുന്നത്. ശരി, മേഘന മുരളിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.